ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് സംബന്ധിച്ച പുതിയ കേന്ദ്ര നിയമം സ്റ്റേ ചെയ്യാനാവില്ലെന്ന് സുപ്രീംകോടതി. കേന്ദ്ര നിർമ്മാണ ഏജൻസികളിലെ താൽക്കാലിക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നതിന് രാജ്യരക്ഷാ വകുപ്പിന്റെ അനുമതി. അയോധ്യയിൽ ഈ മാസം 22-ന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ലോഹ്രി, മകരസംക്രാന്തി, മകരപ്പൊങ്കൽ ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളത്തു നിന്നും പുറപ്പെടും. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. എന്നാൽ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് പുതിയ നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ പുനഃപരിശോധിക്കാൻ സമ്മതിക്കുകയും കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കിടയിൽ നിരവധി ഹർജികളാണ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയായിരിക്കും നിയമിക്കുക. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഒരു കേന്ദ്രമന്ത്രി തുടങ്ങിയവർ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടും. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെയും ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിന്റെയും കീഴിലുള്ള ജോലികൾക്കായി നിയോഗിക്കപ്പെട്ട കാഷ്വൽ തൊഴിലാളികൾക്കായി ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പദ്ധതി നടപ്പിൽ വരുന്നതോടെ ഈ സ്കീമിൽ ഉൾപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിൽ മരണം സംഭവിച്ചാൽ കുടുംബത്തിനോ അടുത്ത ബന്ധുവിനോ ഇൻഷുറൻസായി 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ചെയ്ത മൂല്യം ലഭ്യമാകും. അപകടകരമായ വർക്ക് സൈറ്റുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അപകട സാധ്യത, തൊഴിൽപരമായ ആരോഗ്യപരമായ അപകടങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അടിസ്ഥാന സൌകര്യ വികസന ഏജൻസികളാണ് BROയും ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സും. ഉത്തർപ്രദേശിലെ അയോധ്യ രാമക്ഷേത്രത്തിൽ ഈ മാസം 22-ന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശിൽ വിവിധ പരമ്പരാഗത നാടോടി കലകളും ആത്മീയ പരിപാടികളും ഉൾപ്പെടുത്തിയുള്ള പരിപാടികളാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീരാമ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള കലാകാരന്മാർ ഈ മാസം 16 മുതൽ 20 വരെ രാമലീലകൾ അവതരിപ്പിക്കും. UPയിലുടനീളം നിരവധി സാംസ്കാരിക പരിപാടികളും യാത്രകളും സംഘടിപ്പിക്കുന്നുണ്ട്. രാംലീലയുടെ ഉദ്ഘാടന ചടങ്ങ് സിഖ് സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധികളുടെയും അയോധ്യ രാംലീല സമിതി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ നടന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള രാമരാജ്യ യുവയാത്ര ഉത്തർപ്രദേശിലെ ചിത്രകൂടിലെത്തി. നാളെ യാത്ര അയോധ്യ നഗരത്തിലെത്തും. അയോധ്യയിലേക്കുള്ള കലാശയാത്ര ഇന്ന് അലിഗഡ് ജില്ലയിലെ ബിജൌലി ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ദിവസം മൌറീഷ്യസിൽ 2 മണിക്കൂർ പ്രത്യേക അവധി പ്രഖ്യാപിച്ച് മൌറീഷ്യസ് സർക്കാർ. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് ഉച്ചയ്ക്ക് 2 മണി മുതൽ അവധി നൽകിയത്. പ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം വീക്ഷിക്കുന്നതിനും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ഭക്തർക്ക് അവസരമൊരുക്കുന്നത് കണക്കിലെടുത്താണ് തീരുമാനം. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് കാട്ടാൻ മേക്ക് ഇൻ ഇന്ത്യ LCH പ്രചണ്ഡ് ഹെലികോപ്റ്റർ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ വിവിധോദ്ദേശ കോംബാറ്റ് ഹെലികോപ്റ്ററാണ് LCH പ്രചണ്ഡ്. ഭൂമിയിലെയും ആകാശത്തിലെയും ഏത് ലക്ഷ്യവും തകർക്കാൻ ഇതിന് കഴിയും. ആധുനിക സ്റ്റെൽത്ത് സവിശേഷതകൾ, രാത്രി ആക്രമണശേഷി എന്നിവയും ഹെലികോപ്റ്ററിനുണ്ട്. ആധുനിക തോക്കുകൾ, എയർ ടു എയർ മിസൈലുകൾ എന്നിവ LCHനെ പോരാട്ട സജ്ജമാക്കുന്നു. രാജ്യത്തെ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയായ പ്രധാനമന്ത്രി ജനജാതി ആദിവാസി ന്യായ മഹാ അഭിയാന്റെ പ്രാരംഭ കണക്കെടുപ്പ് തുടങ്ങി. 75 ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രത്യേക ദൌത്യമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളം ഉൾപ്പെടെ 18 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അന്വേഷണത്തിന് ഹാജരാകാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 4ാമതും നോട്ടീസ് അയച്ചു. ഈ മാസം 18-ന് ഹാജരാകാനാണ് ഉത്തരവ്. നേരത്തെ നൽകിയ 3 നോട്ടീസുകളെയും നിയമവിരുദ്ധവും രാഷ്ട്രീയ ജഡിലവും എന്ന കാരണം പറഞ്ഞ് ശ്രീ കെജ്രിവാൾ തിരസ്കരിക്കുകയായിരുന്നു.
മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടക്കുന്ന 27ാമത് ദേശീയ യുവജനോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തത്. തപോവൻ മൈതാനത്ത് 16 വരെയാണ് പരിപാടികൾ. പ്രതിപക്ഷ കക്ഷികളുടെ ദേശീയ സംഘടനയായ INDIA-യുടെ ഓൺലൈൻ നേതൃയോഗം ഇന്ന് നടന്നു. സംഘടനയിലെ മിക്ക നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സീറ്റ് വിഭജനം സംബന്ധിച്ച വിഷയവും ഈ മാസം 14-ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ പങ്കാളിത്തം സംബന്ധിച്ചും നേതാക്കൾക്കിടയിൽ ചർച്ചകൾ നടന്നതായാണ് ലഭിക്കുന്ന വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്ത് ലോഹ്രി, മകരസംക്രാന്തി, മാഘ് ബിഹു, മകരപ്പൊങ്കൽ എന്നിവ ആഘോഷിക്കാനൊരുങ്ങുന്നവർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസകൾ നേർന്നു. ഈ ഉത്സവങ്ങൾ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ നേരടയാളങ്ങളാണെന്നും നാനാത്വത്തിൽ ഏകത്വത്തിന്റെ പ്രതീകങ്ങളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരും ആശംസകൾ നേർന്നു. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ജമ്മു, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലാണ് നാളെ വിളവെടുപ്പ് ഉത്സവമായ ലോഹ്രി ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ചയാണ് തമിഴ്നാട്ടിലും മറ്റ് ദക്ഷിണ സംസ്ഥാനങ്ങളിലും മകരപ്പൊങ്കലും മകരസംക്രാന്തിയും ആഘോഷിക്കുക. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഇടുക്കിയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും ഉച്ചയ്ക്ക് 1 മണിയോടെ പുറപ്പെടും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. ശരണമന്ത്രങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാണ് പന്തളം വലിയകോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പൂപ്പന്തലിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്തു നിന്ന് പുറപ്പെടുന്നത്. പന്തളം രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് പന്തളം കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഒന്നും തന്നെ ഇല്ലാതെയും രാജപ്രതിനിധിയുടെ അകമ്പടിയില്ലാതെയുമാണ് ഇത്തവണ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ 7 കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിലുള്ള തിരുവാഭരണ വാഹകർ പേടകങ്ങൾ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് പൂപ്പന്തലിലേക്ക് ദർശനത്തിനായി എത്തിച്ചെങ്കിലും ഇവിടെ പേടകം തുറന്നുള്ള ദർശനം ഇല്ലായിരുന്നു. മകരവിളക്ക് ദിനമായ 15-ന് വൈകിട്ട് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും നഗര ഗ്രാമ മേഖലകളിൽ ഇന്നലെ പര്യടനം നടന്നു. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലും ഇന്നലെ യാത്രയുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. കണ്ണൂർ ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള പര്യടനം ഇന്നലെ പൂർത്തിയായി. അസമിലെ നോർത്ത് കച്ചാർ ഹിൽസ് സ്വയംഭരണ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരം നിലനിർത്തി. 30-അംഗ കൌൺസിലിൽ 28 അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും 2 പേരെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. ബിജെപി 25 സീറ്റുകൾ നേടി. നിയന്ത്രണ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് ധനലക്ഷ്മി ബാങ്ക്, പഞ്ചാബ് ആന്റ് സിന്ധ് ബാങ്ക് എന്നിവയുൾപ്പെടെ 3 ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ആകെ 2.49 കോടി രൂപയുടെ പിഴ ചുമത്തി. ധനലക്ഷ്മി ബാങ്കിന് 1.20 കോടിയും പഞ്ചാബ് ആന്റ് സിന്ധ് ബാങ്കിന് 1 കോടിയും ESAF സ്മോൾ ഫിനാൻസ് ബാങ്കിന് 29.55 ലക്ഷം രൂപയുമാണ് പിഴ ചുമത്തിയത്. യുക്രൈന് 2.5 ബില്യൺ ബ്രിട്ടീഷ് പൌണ്ട് സൈനിക സഹായം നൽകി ബ്രിട്ടൻ. ഇന്നലെ യുക്രൈനിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണത്തിനുള്ള യുക്രൈൻ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം യുക്രൈനിൽ എത്തിയത്. ഇംഗ്ലണ്ടിനെതിരെ ഈ മാസം 25-ന് ആരംഭിക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങൾക്കുള്ള 16-അംഗ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ്. അഡ്ലെയ്ഡ് ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ വിഭാഗം ഡബിൾസ് ഫൈനൽ ഇന്ന്. രാജീവ് ബൊപ്പണ്ണ എബ്ഡൻ സഖ്യം രാംജോ സാലിസ്ബറി ജോഡികളെ നേരിടും. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വൈകിട്ട് 5 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് സംബന്ധിച്ച പുതിയ കേന്ദ്ര നിയമം സ്റ്റേ ചെയ്യാനാവില്ലെന്ന് സുപ്രീംകോടതി. കേന്ദ്ര നിർമ്മാണ ഏജൻസികളിലെ താൽക്കാലിക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നതിന് രാജ്യരക്ഷാ വകുപ്പിന്റെ അനുമതി. അയോധ്യയിൽ ഈ മാസം 22-ന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ലോഹ്രി, മകരസംക്രാന്തി, മകരപ്പൊങ്കൽ ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളത്തു നിന്നും പുറപ്പെടും. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.